മങ്കിപ്പനിലും സക്രിയയുടെ ഇടമിലൊക്കെ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. നമ്മളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അവർ പാർട്ട്ണറാക്കിയാണ് നമ്മൾ. സെൻസ് അറിയണതിൻ്റെ അടുത്ത് കച്ചവടം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഒരാളുടെ അടുത്ത് കച്ചവടം പറയുമ്പോൾ ആ കച്ചവടം എനിക്കും കൂടെ അറിയണം. പാപ്പച്ചൻ ഒളിവിലെന്നുള്ള പടം അതിന് അഡ്വാൻസ് കൊടുത്താണ് ഷൈജു കുറുപ്പിന് 5 ലക്ഷം രൂപ. നാട് വിട്ടു പോയത് കുഞ്ഞിലേ അല്ലേ? അത് കഴിഞ്ഞിട്ട് ശങ്കർദാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പം ആ വ്യക്തി അതേ കണക്ക് അക്സെപ്റ്റ് ചെയ്യല്ലേ ആൾക്കാർ ചെയ്യുക? അത് സിനിമ എടുത്ത് ഈ പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പരിപാടി തുടങ്ങി ബിസിനസ് ചെയ്ത് തുടങ്ങിയപ്പോഴല്ലേ നമ്മൾക്കെല്ലാം കിട്ടിയുള്ളൂ. 15-16 വയസ്സിൽ നമ്മൾ നാട്ടിൻപുറത്ത് എങ്ങനെയാണെന്ന് അറിയാം. നാട്ടിൻപുറത്ത് നാട് വിട്ടുപോയാൻ അവൻ പൊട്ടിത്തെറിച്ചവൻ ചെറുതിലെ നാട് വിട്ടുപോയി. അത് നാട്ടിൻപുറത്ത് ഒരു സാധനമാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടമല്ല. അന്ന് നാട്ടിൻപുറത്ത് ചെറിയൊരു സാധനം വന്നു പോയാലും ഇല്ലേ, അത് വേറെ രീതിയാണ്. ആ രീതി നമ്മൾക്ക് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫസ്റ്റ് സിനിമ ചെയ്തത് ഏതാണ്? ഫ്രൈഡേ ആണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മങ്കിപ്പനിലും സക്രിയയുടെ ഇടമിലൊക്കെ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അവർ പാർട്ട്ണറാക്കിയാണ് നമ്മൾ ഫസ്റ്റ് ഫ്രൈഡേ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പ്രൊഡക്ഷൻ സൈഡിൽ നമ്മളിലുള്ളൊരു വിശ്വാസം അവർക്ക്. ആ വിശ്വാസം അവരിപ്പോഴും നമ്മളായിട്ട് വേറെ ടൈംസ് കുറവില്ല, സ്നേഹക്കുറവില്ല, ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എല്ലാവരുമായിട്ട്. വിജയബാബു കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, വടം നന്നായിട്ട് വന്നിട്ടുണ്ട്, അങ്ങനെ അതൊക്കെ പറഞ്ഞു. പുള്ളി ഭയങ്കര ഒരു നല്ല ക്യാരക്ടറാണ്. പുള്ളിക്ക് കുറേ സാധനം പുള്ളിയുടെ ഉണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ ഒരാൾ കച്ചവടം ചെയ്യുന്ന ആൾ നമ്മളെയും കൂടെ മനസ്സിലാക്കണം. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളാണ് പുള്ളിക്ക് ബിസിനസ് അറിയണതിൻ്റെ അടുത്ത് കച്ചവടം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഒരാളുടെ അടുത്ത് കച്ചവടം പറയുമ്പോൾ ആ കച്ചവടം എനിക്കും കൂടെ അറിയണം. എൻ്റെ ഒരു ചക്കയുണ്ട്, നിങ്ങളേലും മാങ്ങയുണ്ട്. നിങ്ങൾ മാങ്ങ എനിക്ക് ചക്ക അങ്ങോട്ട് തരുമ്പോൾ മാങ്ങയുടെ ബാലൻസ് പൈസ എനിക്ക് തരണം. അല്ലാണ്ട് ഈ ചക്ക അങ്ങോട്ട് മേടിച്ചുകൊണ്ട് പോകലല്ലോ പണി. അത് നല്ലൊരു ശീലമല്ല. ഈ മാങ്ങ എന്നിട്ട് എൻ്റെ ചക്കയും കൊണ്ടുപോയാലോ? ചക്ക വലുതല്ലേ, ചക്കയ്ക്ക് ലാഭമില്ലേ, ഇതെനിക്ക് കിട്ടണ്ടേ? അപ്പോൾ എനിക്ക് ഞാൻ ചോദിക്കും, ഈ ചക്ക അങ്ങോട്ട് തരുമ്പോൾ എനിക്ക് മാങ്ങയുടെ ബാലൻസ് ഇങ്ങോട്ട് തരണം എന്ന് പറയും. വാട്ടർ സിസ്റ്റം എനിക്ക് ഞങ്ങൾ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധം വരുമ്പോ ആ രീതിയിൽ നോക്കുള്ളൂ. അപ്പൊ എന്നൊരാള് ഇങ്ങനെ എന്റെ ചക്കയും കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ സമ്മതിക്കില്ല. ബാലൻസ് വെച്ച് പോകാൻ പറയും. പിന്നെ ഞാൻ കൊടുക്കുന്ന മുതലിന് എനിക്ക് ആരെൻ്റെ അടുത്ത് തൊഴിൽ ചെയ്താലും, എവിടെ പോയി തൊഴിൽ എന്ത് തൊഴിൽ ചെയ്താലും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അവനോട് എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിക്കും. അഭിലാഷം എന്നുള്ള സിനിമ എങ്ങനെയാണ് എത്തപ്പെടുന്നത്? അഭിലാഷം എന്ന് പറഞ്ഞ സിനിമ എത്തിയത്, ഞങ്ങൾ ഒരു സിനിമ പ്ലാൻ ചെയ്ത്, പാപ്പച്ചൻ ഒളിവിലെന്നുള്ള പടം അതിന് അഡ്വാൻസ് കൊടുത്താണ് ഷൈജു കുറുപ്പിന് 5 ലക്ഷം രൂപ. അപ്പോൾ ഷൈജു കുറുപ്പ് ആ പടത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ പടത്തിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളും കേട്ടപ്പോൾ നമുക്ക് എന്തോ ഒരു എവിടെയൊക്കെ ഒരു പിന്നീട് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണം. അപ്പോൾ നമ്മൾ അവനായിട്ട് ഷിൻഡോ എന്നാണ് പേര്, അവനായിട്ട് നമ്മളെ അഭിപ്രായ വ്യത്യാസം വന്നു. അപ്പോൾ ഓക്കെ, നമ്മൾ അത് പരിപാടിയില്ലാന്ന് പറഞ്ഞപ്പോൾ പുള്ളി തന്നെ വേറെ പ്രൊഡ്യൂസറെ കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഒരു ദിവസം വിളിച്ച് ഞാൻ പുള്ളിനെ കാണാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞ് പൈസ തിരിച്ചു തരാം. ഭയങ്കര ജെന്യൂനായിട്ട്, വേറെ ഒന്നുമില്ല, നിങ്ങളുടെ പൈസ തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പൈസ എനിക്ക് വേണ്ട, ഞാനൊരു സിനിമ ചെയ്യാനാണ് കാശ് തന്നത്. നമ്മൾ ആ പോളിസി നിലപാട് പുള്ളിനോട് പറഞ്ഞു. അപ്പോൾ പുള്ളി കുറേ കഥകൾ നമ്മൾ പോയി പറഞ്ഞ് അങ്ങനെയൊക്കെ പുള്ളി ഒരു കഥ ആയിട്ട് ഷംസുവിനെ വിടുകയാണ്. അപ്പോൾ ഷംസു നമ്മളടുത്ത് കഥ പറയണം. കഥ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ അമ്മുവിൻ്റെ പടം ചെയ്യാൻ നിൽക്കുകയാണ്. അമ്മു ആൻസരിക എന്ന് പറഞ്ഞു. അമ്മുവിൻ്റെ പടം ചെയ്യാൻ നിൽക്കുമ്പോൾ അങ്ങനെ ആ ജോജോന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അമ്മു ഓൾറെഡി. അപ്പോൾ അമ്മു ആ ഡേറ്റ് ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെറിയ ഗ്യാപ്പിൽ 6 മാസം കൊണ്ട് ഈ പടം ചെയ്യാം എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ 6 മാസം കൊണ്ട് ഈ പടം തീർക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ വരുന്നത്.